സൗദി സഖ്യം തകർക്കാൻ ഇറാൻ അറേബ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സൗദി അറേബ്യ ഒരു കക്ഷി സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യം എന്ന പേരിലാണ് അത് ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലുള്ള ഹൂത്തികളുടെ ശല്യം തടയാനും സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയാക്കി ചെങ്കടലെ മാറ്റാനും വേണ്ടിയിട്ടാണ് സൗദി ശ്രമം ആരംഭിച്ചത്. മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് കൊലീഷൻ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ചെങ്കടൽ, ബാബുൽ മന്ദബ്, ഏദൻ ഉൾക്കടൽ എന്നിവ അടക്കമുള്ള മേഖലകളിൽ കപ്പൽ ഗതാഗതം സംരക്ഷിക്കാനും ഈ മേഖലയിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി ഏകോപനത്തോടുകൂടി പ്രതിരോധ സംവിധാനം തീർക്കുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. സൗദിക്ക് പുറമെ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ, ഈജിപ്ത്, യമൻ, തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ, ജിബൂട്ടി, സോമാലിയ എന്നീ രാജ്യങ്ങളാണ് ഇതിൽ കരാർ ഒപ്പിട്ടത് എന്ന് പറയുന്നു. എന്നാൽ UAEയും ഒമാനും അതിൽ നിന്ന് മാറി നിന്നു. ഈ 14 രാജ്യങ്ങൾ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ആ കരാർ വ്യവസ്ഥയോടനുബന്ധിച്ച് ഈ മേഖല ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഏകോപനത്തോടു കൂടി പ്രതിരോധിക്കുക എന്നാണ് ഉദ്ദേശം. 43 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം റിയാദിൽ വെച്ചിട്ടാണ് ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങളൊക്കെ നടന്നത്. എന്നാൽ ഈ 43 രാജ്യങ്ങളിൽ 14 രാജ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. സൗദി അറേബ്യ പറഞ്ഞിട്ടില്ല, മറ്റ് മാധ്യമ മീഡിയകൾ അത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടുമില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളെ ഇറാൻ ഭീഷണിപ്പെടുത്തിയോ മറ്റോ ചെയ്യോ എന്നുള്ള പേടിയാണ്. എന്നാൽ ഇപ്പോൾ ഈ 14 രാജ്യങ്ങൾ തന്നെ ഒരുപാട് വിഷയമുണ്ട്. തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സോമാലിയ എന്ന് പറയുന്ന ഈ 4 രാജ്യങ്ങൾ, ഈ 4 രാജ്യങ്ങളും ചെങ്കടലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. ബാക്കിയുള്ള രാജ്യങ്ങൾ മാത്രമാണ് ചെങ്കടലിലെ കണക്ഷൻ ചെയ്യുന്ന ഭാഗങ്ങളുള്ളത്. എന്നാൽ ഈ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള താല്പര്യങ്ങൾ ഈ മേഖലയിലുണ്ട്. കാര്യം ഈ കടൽ കടന്നിട്ട് വേണം ഇവരുടെ നാട്ടിലേക്കും പെട്രോളിയം എത്താൻ. അതുകൊണ്ട് സഹകരിച്ചു കൊണ്ട് നീങ്ങുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സൈനികപരമായിരിക്കുന്ന ഒരു സഖ്യോ സംവിധാനമോ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഏകോപനം, ഒരു അഭിപ്രായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രം. അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മേഖലയിൽ ഇത്തരം രാജ്യങ്ങൾ, അതായത് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ഈ രാജ്യങ്ങളെല്ലാം. അവർ ഏകോപനത്തോട് കൂടി വരിക എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷയമുണ്ട്. മാത്രമല്ല ഇറാനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോട് പല രാജ്യങ്ങൾക്കും താല്പര്യമില്ല. UAE എന്തുകൊണ്ട് മാറി നിന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഒമാൻ എന്ന് പറഞ്ഞാൽ ഒമാനോട് ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒരിക്കൽ പോലും ആ സഖ്യത്തിനോട് സഹകരിക്കാൻ പാടില്ല. ഒമാൻ എന്ന് പറയുന്ന രാജ്യം ഹോർമുസ് കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന, അതായത് ഇറാനും ഒമാനുമാണ് അതിർത്തി പങ്കിടുന്നത്, ആ രാജ്യമാണ്. ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം നമ്മൾക്കുണ്ട്. അപ്പോൾ ഇറാനെതിരെ സൗദി അറേബ്യ തുടങ്ങുന്ന സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളും പ്രത്യാഘാതങ്ങളും ഭാവിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമാൻ മാറി നിന്നത് എന്ന് പറയുന്നു. എന്നാൽ ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ പറഞ്ഞതോടൊപ്പം തന്നെ അമേരിക്കയും ഇതിന് സപ്പോർട്ടാണ് എന്നുള്ളതാണ്. കാരണം ഇറാനെതിരെ ഏതെങ്കിലും തരത്തിൽ അടിക്കാൻ വേണ്ടി അവസരം കിട്ടിയാൽ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ അതിനുള്ള ഒരു പിന്തുണ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. 43 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വീണ്ടും വലിയ രീതിയിൽ ചർച്ച വരുന്നുണ്ട്. അവർ മറ്റൊരു ദിവസം ഈ തുർക്കിയിലോ ബന്ധപ്പെട്ട മേഖലയിൽ ഒരു മീറ്റ് കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു രാജ്യങ്ങളും അത് സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴത്തെ മേഖലാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷണിക്കപ്പെട്ടത് എന്നുള്ളതും. എന്നാൽ ആ ചർച്ചയിൽ പൊടുന്നനെയാണ് ഇത്തരം ഒരു പ്രവർത്തികൾ ചെങ്കടലിനെ പ്രതിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സൈനികപരമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി ഏകോപനം ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായം പൊടുന്നനെ ഉണ്ടായതാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റില്ലെന്ന് പല രാജ്യങ്ങളും പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളുണ്ട്. ഏതായിരുന്നാലും ഈ മേഖലയുടെ നിയന്ത്രണം കൂടി ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തുന്ന സമയത്ത് ഏറെക്കുറെ ലോകത്തിൻ്റെ പകുതിയിലധികം സാമ്പത്തിക മേഖലയുള്ള മേഖലയും ഇറാൻ്റെ നിയന്ത്രണത്തിലായി എന്ന് പറയാൻ പറ്റും. ഒന്ന് ഹോർമുസ് കടലാണ്, അത് പൂർണ്ണമായിരിക്കുന്നത് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. മറ്റൊരു ചെങ്കടലാണ്. ആ ചെങ്കടലിൽ യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി വിഭാഗം, അത് ഷിയ മിലീഷ്യ വിഭാഗമാണ്, ഇറാൻ്റെ പ്രോക്സി വിഭാഗമാണ്. അവരുടെ നിയന്ത്രണത്തിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബാബുൽ മന്ദബും അങ്ങനെ തന്നെ വരും. ബാബുൽ മന്ദബ് ചെറിയൊരു കടലിടുക്കാണ്. ഈ പറയപ്പെട്ട ഇറാൻ്റെ കടലിടുക്ക് പോലെ തന്നെ, ഹോർമുസ് കടലിടുക്ക് പോലെ തന്നെ ബാബുൽ മന്ദബ് അങ്ങനെ തന്നെയാണ്. ചെങ്കടൽ കടന്നിട്ട് ബാബുൽ മന്ദബ് കഴിഞ്ഞിട്ട് വേണം മറ്റ് അറേബ്യൻ കടലിലേക്ക് പോകാൻ. അപ്പോൾ അതിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ
വലിയ രീതിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കയ്ക്ക് ഇതിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടി ഒരു ധൈര്യക്കുറവുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഹൂത്തികളുമായി മാസങ്ങളോളം യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ പരാജയപ്പെടുകയും പിന്നീട് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ പ്രകാരം മാത്രമാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്തത്. അപ്പോൾ അവരുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവും വളരെ കൃത്യതയോടുകൂടി പഠിച്ചൊരു രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ അവർക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ താല്പര്യമില്ല എന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ മേഖലയിൽ കടൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസം യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വതന്ത്രമാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. മറ്റ് അറേബ്യൻ മുസ്ലിം രാജ്യങ്ങൾ സംഘടിച്ച് ഏകോപനത്തോടു കൂടി ഇറാനെതിരെ യുദ്ധത്തിന് താല്പര്യവുമില്ല. അങ്ങനെ നിൽക്കുകയാണ്. മധ്യസ്ഥ റോളിലുള്ള ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം തീരാത്തതിൽ അവർക്ക് വലിയ നിരാശയും വലിയ വലിയ പ്രയാസമുണ്ട്. അതവർ പറയുകയും ചെയ്തു. വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടും ഇവിടെ എത്താത്തതിൻ്റെ ഒരു നിരാശ അവർക്കുണ്ട്. എന്നാൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഈ പറയപ്പെട്ട മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് കൊലീഷൻ എന്ന ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യത്തിൽ അംഗമാണ് എന്നതിനാൽ ഇനി മുന്നോട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥരുടെ റോള് അവർക്ക് എടുക്കാൻ പറ്റുമോ എന്ന കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ അഭിപ്രായ ഭിന്നതയായിട്ടാണ് കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ നിഷ്പക്ഷത പാലിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ അവർ നിഷ്പക്ഷത അല്ല, ഒരു പക്ഷം പാലിക്കുന്നു. ഒരു പക്ഷം പാലിക്കുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസം ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ആ പ്രയാസം ഇറാൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥ റോളിൽ നിന്ന് ഒരു പക്ഷേ ഖത്തർ മാറി നിൽക്കേണ്ട സ്ഥിതി വരും. അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യത്തിൽ നിന്ന് രാജിവെക്കാനും സാധ്യതയുണ്ട്. പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയം ഉണ്ടാക്കിയിട്ട് ഈ സഖ്യം ലക്ഷ്യത്തിലെത്തും എന്നുള്ള അഭിപ്രായം അവർക്ക് തന്നെ ഇല്ല. പക്ഷേ ഇതല്ലാത്ത മറ്റൊരു പോംവഴികളില്ലെന്നും ഇറാനെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർ തങ്ങളുടെ കൂടി നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്താണ് ഇപ്പം ഈ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് ഇറാനെതിരെ ബദൽ സംവിധാനം ഉണ്ടാക്കിയത്. പക്ഷെ അത് വിജയിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്ന അഭിപ്രായം അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.